പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ്റെ ദുരൂഹ മരണത്തിൽ ഡീനും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനുമായിരുന്നവർ അച്ചടക്ക നടപടി നേരിടണമെന്ന് ഹൈക്കോടതി. നടപടികളുമായി ഇരുവരും സഹകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അച്ചടക്ക നടപടി തടയണമെന്ന വെറ്ററിനറി സർവകലാശാല മുൻ ഡീൻ ഉൾപ്പെടെ നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ഉത്തരവ്. റാഗിങ്ങിന് കടുത്ത ശിക്ഷ നൽകുന്ന നിയമം സംസ്ഥാനം നടപ്പാക്കണമെന്നും കോടതി ആവർത്തിച്ചു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, സിദ്ധാർത്ഥൻ്റെ മരണ സമയത്ത് സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ അവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഈ ഡീനിനും അതുപോലെ ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ്. കാരണം ഇവർക്ക് സിദ്ധാർത്ഥൻ്റെ ദുരൂഹ മരണത്തിൽ പങ്കുണ്ട്. ഇവർ ആ ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ നേരിട്ട പീഡനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. എന്നിട്ടും അത് തടയാൻ അവർ നടപടികളൊന്നും സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഈ കൊലക്കുറ്റം അവർക്കെതിരെ കൂടി ചുമത്തണം എന്ന രീതിയിലുള്ള വാദമായിരുന്നു അന്ന് ഉന്നയിച്ചത്. പക്ഷേ ആദ്യം അന്വേഷിച്ച പോലീസ് അത് തള്ളിക്കളഞ്ഞു. പിന്നീട് CBI അന്വേഷിച്ചപ്പോഴും ഈ രണ്ടുപേരും പ്രതിപട്ടികയിൽ വന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴിതാ കോടതിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു. ഈ രണ്ടു പേർക്കെതിരെയും അച്ചടക്ക നടപടി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് നിഷ? അൽനിബാർ, രണ്ടുപേർ, അതായത് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്ന രണ്ടുപേർ, ഈ കോളേജിലെ മുൻ ഡീനും ഒപ്പം തന്നെ ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനും, ഇവരാണ് തങ്ങൾക്കെതിരെയുള്ള അച്ചടക്ക നടപടി തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഇവർ രണ്ടുപേരും അച്ചടക്ക നടപടി നേരിടണമെന്ന് ഹൈക്കോടതി ഈ ഹർജി തീർപ്പാക്കി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ രണ്ടുപേരും അച്ചടക്ക നടപടി നേരിടണം. മാത്രമല്ല, ഇതിനു മുൻപ് സർവകലാശാല നിയോഗിച്ച അന്വേഷണ കമ്മീഷനും മറ്റ് റിട്ടയർ ജഡ്ജി നയിച്ച ഒരു അന്വേഷണ കമ്മീഷനും ഇവർ രണ്ടുപേരും അച്ചടക്ക നടപടി നേരിടണം, കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരുന്നു. കാരണം സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥൻ 2024 ഫെബ്രുവരിയിൽ മരണപ്പെടുമ്പോൾ, ആത്മഹത്യ ചെയ്യുമ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് വിധേയനായാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തത്. 3 ദിവസം കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിധേയനായിരുന്നു. ഇത് കൃത്യമായി ഈ ഡീനും ഒപ്പം തന്നെ ഹോസ്റ്റൽ വാർഡനും അറിയാവുന്ന കാര്യമാണ്. ഇനി ഒരിക്കലും ഇത്തരം ക്രൂരമായ റാഗിങ്ങിനിടയാക്കി ഒരു വിദ്യാർത്ഥിക്കും ജീവൻ നഷ്ടമാകരുത് എന്നാണ് ഹൈക്കോടതി ഇന്ന് ഇവരുടെ ഹർജി തീർപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത്. ഒപ്പം തന്നെ അച്ചടക്ക നടപടികളുമായി ഇവർ രണ്ടുപേരും സഹകരിക്കണം. കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം. റാഗിങ്ങിന് കടുത്ത ശിക്ഷ നൽകുന്ന സംസ്ഥാനമായി കേരളം മാറണം. ഇനി ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിലൊരു ക്രൂര പീഡനത്തിനും മാനസിക സമ്മർദ്ദങ്ങൾക്കും ഒന്നും ഇരയായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരരുത് എന്നാണ് ഹൈക്കോടതി ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അക്രമകാരികളായ വിദ്യാർത്ഥികളുടെ അച്ചടക്കമില്ലായ്മ മൂലം ഇനി ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിൽ ഒരു മരണം സംഭവിക്കരുത്, ജീവൻ നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ അവർ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാവരുത്. അങ്ങനെ ഒരു സ്ഥിതി ഇനി ഉണ്ടാവരുത് എന്നാണ് ഇത്തരത്തിൽ തങ്ങൾക്കെതിരെയുള്ള അച്ചടക്ക നടപടി തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജിക്കാരായ രണ്ടുപേർ, ഇവരാണ് ആരോപണ വിധേയരായ മുൻ ഡീനും ഒപ്പം തന്നെ മുൻ ഹോസ്റ്റൽ വാർഡനും, ഇവർ നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇത്തരം നിരീക്ഷണങ്ങളൊക്കെ തന്നെ നടത്തിയത്. 2024 സിദ്ധാർത്ഥൻ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഇരയായിരുന്നു. 3 ദിവസം കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കും റാഗിങ്ങിനുമൊക്കെ ഇരയായാണ് സിദ്ധാർത്ഥൻ സ്വയം ജീവിതം അവസാനിപ്പിച്ചത്. ഇക്കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, എന്നിട്ട് പോലും ഇക്കാര്യത്തിൽ ഇവർ ഇടപെട്ടില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. എന്തായാലും ഇവർ അച്ചടക്ക നടപടി നേരിടണമെന്ന് തന്നെയാണ് ഇവരുടെ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. നിഷയാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥൻ്റെ മൃതദേഹം തൂങ്ങി നിന്ന സമയത്ത് ആദ്യം അവിടെ എത്തുന്നത് ഡീനാണ്. പോലീസ് എത്തുന്നതിന് മുമ്പ് ആ മൃതദേഹം അഴിച്ച് നിലത്ത് വെച്ചു എന്നുള്ളതാണ് ഡീൻ ചെയ്ത പ്രധാനപ്പെട്ട കുറ്റം. ഈ ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡൻ ഹോസ്റ്റലിൽ മയക്കുമരുന്ന് അടക്കം വിദ്യാർത്ഥികൾക്ക് എത്തിക്കുന്നതിൽ ഒരു ചാലകശക്തിയായി വർത്തിച്ചത് ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനാണ് എന്ന ഒരു ആരോപണവും അന്ന് ഉയർന്നിരുന്നു. എന്തായാലും ഇരുവർക്കെതിരെയും അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, റാഗിങ്ങിന് കടുത്ത ശിക്ഷ നൽകുന്ന
നിയമം സംസ്ഥാനം നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. നിഷാ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.